Hi friends, എല്ലാവർക്കും ട്രിപ്ലി മെഡിസിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഹീറ്റിംഗ് എന്ന ടോപ്പിക്കാണ്. ഇലക്ട്രിക് ഹീറ്റിംഗ്. അപ്പോൾ ഇലക്ട്രിക് ഹീറ്റിംഗ് എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്കായിട്ട് വരുന്ന ഏതൊരു എക്സാമിനും ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ വരാനിരിക്കുന്ന സബ് എഞ്ചിനീയർ എക്സാം, അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം, ലെക്ചറർ ഇൻ പോളിടെക്നിക് എക്സാം, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം, അത് കൂടാതെ മറ്റ് ടെക്നിക്കൽ എക്സാംസും കൂടിയുണ്ട് ഇലക്ട്രിക്കലുമായി കണക്ട് ചെയ്തിട്ടുള്ള. അതിനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇലക്ട്രീഷ്യൻ എക്സാം വരുന്നുണ്ട്, അതുപോലെ ട്രെയിനി ഇൻസ്ട്രക്ടർ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. അപ്പോൾ ഇലക്ട്രിക് ഹീറ്റിംഗിൽ എന്തിനാണ് ഇലക്ട്രിക് ഹീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, the heating is actually required for both industrial and domestic purpose. Heating is required for industrial purpose and for the domestic purpose. Heating is required for the industrial purpose and for the domestic purpose. And for the industrial purpose, what are the uses? For the melting of metals, അതുപോലെ molding of the glass, enameling of copper, baking of insulator, then welding, melting, molding, enameling, baking. Baking എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഇൻസുലേറ്ററിന്റെ ബേക്കിംഗ് ആണ്. വെൽഡിംഗ് എന്നീ പ്രോസസ്സിനൊക്കെ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഹീറ്റിംഗ് പ്രോസസ്സ് യൂസ് ചെയ്യും. ആൻഡ് ഫോർ ദ ഡൊമസ്റ്റിക് ഹീറ്റിംഗ് ആപ്ലിക്കേഷൻസ് ആർ the heating is required for cooking, water heating, room heating and for pressing the clothes. നമ്മൾ അയൺ ബോക്സ് യൂസ് ചെയ്ത് ക്ലോത്ത്സ് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ കുക്കിംഗ്, വാട്ടർ ഹീറ്റിംഗ്, റൂം ഹീറ്റിംഗ് ആൻഡ് പ്രസ്സിംഗ് ക്ലോത്ത്സ്. ഇനി what is the advantage of using electric heating in particular? Electric heating. Why electric heating? Because when we are using electric heating, there is free of dirt. That system is actually free from dirt. Hence, minimum cleaning effort is needed. The next point is the electric heating is free from flue gases. Electric heating is free of flue gases. So, no need of any exhaust ഒന്നും പിടിപ്പിക്കേണ്ട കാര്യമില്ല. So, flue gases ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല when we are using electric heating. And the temperature control is easy compared to the other systems in electric heating. Temperature control is easy. Next, the installation cost and the running cost are low compared to the other heating systems. Temperature control is easy, installation and running cost is low, and efficiency is very high. The efficiency of electric heating is very high compared to the other type of heating, but there are noise free ആണ്, അതുപോലെ ഫാസ്റ്റർ സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, നോയിസ് ഫ്രീ സിസ്റ്റം ആണ് ഇലക്ട്രിക് ഹീറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ ഹീറ്റിംഗ് സിസ്റ്റത്തിൽ വേറെ അനാവശ്യ നോയ്സുകളൊന്നും ഉണ്ടാവുന്നില്ല. ആൻഡ് ദ സ്റ്റാർട്ടിംഗ് ഈസ് വെരി ഫാസ്റ്റർ കമ്പയർഡ് ടു എനി അതർ സിസ്റ്റംസ്. ഇനി അടുത്ത് പറയാനുള്ളത് മെയിൻലി ദ ഇലക്ട്രിക് സിസ്റ്റംസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക് ഹീറ്റിംഗ് സിസ്റ്റം ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2. ഇലക്ട്രിക് ഹീറ്റിംഗ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2. ഏതൊക്കെയാണ്? വൺ ഈസ് പവർ ഫ്രീക്വൻസി ഹീറ്റിംഗ്. The second one is high frequency heating. ഒന്ന് പവർ ഫ്രീക്വൻസി ഹീറ്റിംഗ്, അടുത്തത് ഹൈ ഫ്രീക്വൻസി ഹീറ്റിംഗ്. ഇനി ഈ പവർ ഫ്രീക്വൻസി ഹീറ്റിംഗ് എന്താണെന്ന് നോക്കാം. പവർ ഫ്രീക്വൻസി ഹീറ്റിംഗ്, അപ്പോൾ ഇതിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക് പവർ യൂസ് ചെയ്യുവാണ്. ഇലക്ട്രിക് പവർ ഈസ് ഡയറക്ട്ലി യൂട്ടിലൈസ്ഡ് ടു ഗീവ് ഹീറ്റ് ടു എനി സബ്സ്റ്റൻസസ്. സോ ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ വി നീഡ് ടു ഹീറ്റ് അപ്പ് എനി സബ്സ്റ്റൻസസ് അല്ലേ. സോ ആ സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്യാൻ ആ ഒരു ഡയറക്റ്റ് ഇലക്ട്രിക് പവർ നമ്മൾ അങ്ങനെ കൊടുക്കുന്നു. അതിലാണ് പവർ ഫ്രീക്വൻസി ഹീറ്റിംഗ് എന്ന് പറയുന്നത്. പവർ ഫ്രീക്വൻസി. സോ ദെൻ ദാറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2, റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ആൻഡ് ആർക്ക് ഹീറ്റിംഗ്. റെസിസ്റ്റൻസ് ഹീറ്റിംഗും ഉണ്ട്, ആർക്ക് ഹീറ്റിംഗും ഉണ്ട്. ഈ റെസിസ്റ്റൻസ് ഹീറ്റിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തായിരിക്കും? റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ഇപ്പോൾ ഒരു റെസിസ്റ്റീവ് മെറ്റീരിയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ റെസിസ്റ്റൻസ് കൂടുതലുള്ള ഒരു മെറ്റീരിയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റെസിസ്റ്റീവ് എലമെന്റ് ആയിക്കോട്ടെ, കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ദർ വിൽ ബി I²RT അല്ലേ. ആ I²RT ലോസസ് വരുന്നു, അതായത് ഹീറ്റ് ജനറേറ്റഡ് ആവുന്നു. ഇൻ ദ ഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ്, the current flows directly through the substance which is to be heated. എന്താണോ ഹീറ്റ് ചെയ്യേണ്ടത് അതിലൂടെ എന്ത് പോകുന്നു? കറണ്ട് പാസ് ചെയ്യുന്നു. ആൻഡ് ദ സബ്സ്റ്റൻസ് വിച്ച് ഈസ് ടു ബി ഹീറ്റഡ് ഈസ് നോൺ ആസ് ചാർജ്. അപ്പോൾ ഇനി നമ്മൾ ഹീറ്റിംഗ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ സബ്സ്റ്റൻസ് വിച്ച് ഈസ് നീഡ് ടു ബി ഹീറ്റഡ്, അതാണ് ചാർജ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദ ഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ്, ദ എക്സാമ്പിൾ ഈസ് one is resistance welding and the next is electrode boiler. റെസിസ്റ്റൻസ് വെൽഡിംഗ് ഇലക്ട്രോഡ് ബോയിലർ ഇത് രണ്ടുമാണ് എക്സാമ്പിൾസ് വരുന്നത്.
ഇനി അടുത്തത് ഇൻഡയറക്റ്റ് റെസിസ്റ്റൻസ് ആണ്. ഇൻഡയറക്റ്റ് റെസിസ്റ്റൻസ്. സോ ആദ്യം പറഞ്ഞതിൽ എന്താണ്, സബ്സ്റ്റൻസിന് ഡയറക്ട്ലി നമ്മൾ കറണ്ട് പാസ് ചെയ്യൂ അല്ലേ. അപ്പോൾ ആ സബ്സ്റ്റൻസിൽ തന്നെ എന്തുണ്ടാവും, റെസിസ്റ്റൻസ് ഉണ്ട്, അങ്ങനെ അത് ചൂട് പിടിക്കും. ഇനി ഇൻഡയറക്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വി വിൽ യൂസ് അനദർ റെസിസ്റ്റീവ് എലമെന്റ്. Okay, we will use another resistive element and the current will be passed through the resistive element and there will be ohmic losses, that is I square R losses, I square RT joule അത്രയും heat energy produced ആവുന്നു and this will be passed to the substance which is to be heated. Okay, അപ്പോൾ ആ ഒരു heat generated is transferred or passed to the substance which is to be heated, which is called as charge. An example പറഞ്ഞു കഴിഞ്ഞാൽ ഇമേർഷൻ വാട്ടർ ഹീറ്റർ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇമേർഷൻ വാട്ടർ ഹീറ്റർ. അപ്പോൾ അതിലെന്താണ് ചെയ്യുന്നത്, ആ ഹീറ്റിംഗ് എലമെന്റ് അല്ലേ, അതാണ് ഹീറ്റഡ് ആവുന്നത്. വെള്ളത്തിനകത്ത് അത് മുക്കി വയ്ക്കുന്നു, സോ വെള്ളം ചൂട് പിടിക്കുന്നു അല്ലേ. അപ്പോൾ അതിൽ ചൂട് കിട്ടുന്ന, അതിലുണ്ടാകുന്ന ആ ഹീറ്റ് എനർജി ദാറ്റ് ഈസ് ട്രാൻസ്ഫറിങ് ടു ദ വാട്ടർ, അതാണ് സംഭവിക്കുന്നത്. ആൻഡ് അടുത്തത് ഇലക്ട്രിക്കൽ കുക്കിംഗ് ഹീറ്റർ. ഇലക്ട്രിക്കൽ കുക്കിംഗ് ഹീറ്റർ, അതിലും ആദ്യം തന്നെ ആ ചൂട് പിടിക്കുന്നത് ആ നിക്രോം കമ്പിയാണ് അല്ലേ. അപ്പോൾ അതിന് ശേഷമാണ് നിക്രോമിൻ്റെ കോയിൽസ് ആണ് ആദ്യം ചൂട് പിടിക്കുന്നത്, അതിന് ശേഷമാണ് ആ ഒരു നമ്മൾ വെച്ചിരിക്കുന്ന വെസൽസിലേക്ക് ആ ഹീറ്റ് വരുന്നത്. ആൻഡ് ദെൻ അവൻ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റംസ് ഓഫ് മെറ്റൽസിൻ്റെ പല പല ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റംസ് ഉണ്ടല്ലോ, അതിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് റെസിസ്റ്റൻസ് ആണ്. ഇൻഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ആൻഡ് ദിസ് കംസ് അണ്ടർ പവർ ഫ്രീക്വൻസി ഹീറ്റിംഗ്. ആൻഡ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് കഴിഞ്ഞു. ഇനി പവർ ഫ്രീക്വൻസി ഹീറ്റിംഗിന്റെ അടിയിൽ ഒന്നുകൂടി ഉണ്ട്. ഏതാണ്, ആർക്ക് ഹീറ്റിംഗ്. എന്താണ്, ആർക്ക് ഹീറ്റിംഗ്. ഓക്കെ, സോ ഇൻ ദ ആർക്ക് ഹീറ്റിംഗ് വെരി ഹൈ ടെമ്പറേച്ചർ ഈസ് യൂസ്ഡ്. വെരി ഹൈ ടെമ്പറേച്ചർ ഈസ് യൂസ്ഡ്. സോ the arc heating is actually produced when there is an arc is produced. അപ്പോൾ ആർക്ക് ഹീറ്റിംഗിൽ very high temperature can be obtained from this arc heating method. Okay, so to get high temperature we will go for arc heating. We will prefer this. And this there are two types, indirect arc heating. ഇതിനെ തന്നെ indirect arc furnace എന്നും പറയും. അതുപോലെ direct arc heating അല്ലെങ്കിൽ direct arc furnace. Okay, ഇനി what is the indirect arc and direct arc നമുക്ക് നോക്കാം. അപ്പോൾ ഈ arc എന്ന് പറയുന്നത് when arc will be produced, there will be huge amount of energy and a huge temperature will be formed in the surrounding area. Okay, അപ്പോൾ നമുക്ക് ശരിക്കും ഈ ആർക്ക് എന്ന് പറയുന്നത്, സപ്പോസ് ഇവിടെ ഒരു ഇലക്ട്രോഡ് ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോഡ് ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ദീസ് ഇലക്ട്രോഡ്സ് ഹൈ പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ ഇൻ ബിറ്റ്വീൻ ദീസ് ഇലക്ട്രോഡ്സ് ഒരു ആർക്ക് ഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ ഒരു ഇലക്ട്രോഡും ഈ അടുത്ത ഇലക്ട്രോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ ഹീറ്റ് ചെയ്യേണ്ട ചാർജ് ആകാം. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഒരു ഇലക്ട്രോഡും ഹീറ്റ് ചെയ്യപ്പെടേണ്ട സബ്സ്റ്റൻസും വെക്കാം, അതിനാണ് ചാർജ് എന്ന് പറയുന്നത്. ആൻഡ് അതർ ഓപ്ഷൻ ഈസ് 2 ഇലക്ട്രോഡ്സ് വെക്കാം. അപ്പോൾ 2 ഇലക്ട്രോഡ്സ് തമ്മിൽ ഇങ്ങനെ വെച്ച് ആർക്ക് ഫോം ചെയ്തു. ആൻഡ് ദെൻ യൂസിങ് ദാറ്റ് ഹീറ്റ് എനർജി ഇഫ് വി ആർ ഹീറ്റിംഗ് ദ സബ്സ്റ്റൻസ് ഓർ ചാർജ്, അതാണ് ഇൻഡയറക്റ്റ് ആർക്ക് ഹീറ്റിംഗ്. അതാണ് ഇൻഡയറക്റ്റ് ആർക്ക് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ഒരു ഇലക്ട്രോഡും അതുപോലെ ഒന്ന് സബ്സ്റ്റൻസ് ഏതാണോ ചൂടാക്കേണ്ടത് അല്ലെങ്കിൽ ഹീറ്റ് ആക്കേണ്ടത്, അത് ആ ചാർജും ഒരു ഇലക്ട്രോഡും അല്ലേ, ഒരു ഇലക്ട്രോഡും ഒരു ചാർജും അത് രണ്ടും കണക്ട് ചെയ്ത് അതിനിടയ്ക്ക് ആർക്ക് ഫോം ചെയ്ത് ഈ ചാർജ് ഹീറ്റ് ആക്കുന്ന പ്രക്രിയയാണ് എന്ത്, ഡയറക്റ്റ് ആർക്ക് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ആർക്ക് ബിറ്റ്വീൻ ഇലക്ട്രോഡ് ആൻഡ് ചാർജ്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈ ഫ്രീക്വൻസി ഹീറ്റിംഗ് ആണ്. ഇപ്പോൾ പവർ ഫ്രീക്വൻസി ഹീറ്റിംഗ് കഴിഞ്ഞു, ഇനി ഹൈ ഫ്രീക്വൻസി ഹീറ്റിംഗ് ആണ്. ഇപ്പോൾ ഇതിൽ ഹൈ ഫ്രീക്വൻസി ഹീറ്റിംഗിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ആർക്ക് ഹീറ്റിംഗിൽ എങ്ങനെയാണ്, ആർക്ക് വിൽ ബി ക്രിയേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് ആൻഡ് ചാർജ് എന്ന് പറഞ്ഞു. ആൻഡ് ഹിയർ ഹൈ ഫ്രീക്വൻസി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് യൂസ് ചെയ്തിട്ടാണ്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഓർ എഡി കറൻസ്, ഒന്നുകിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് കാരണം അല്ലെങ്കിൽ എഡി കറൻസ് കാരണമാണ് ഹൈ ഫ്രീക്വൻസി ഹീറ്റിംഗ് നടക്കുന്നത് കേട്ടോ, ഹൈ ഫ്രീക്വൻസി ഹീറ്റിംഗ്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് ഇൻഡക്ഷൻ ഹീറ്റിംഗ്. ഇൻഡക്ഷൻ ഹീറ്റിംഗ് അപ്പോൾ അത് നടക്കുന്നത് എങ്ങനെയായിരിക്കും, ബൈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. സോ ദാറ്റ് ക്യാൻ ബി ഡയറക്റ്റ് ഹീറ്റിംഗ്, ഡയറക്റ്റ് ഇൻഡക്ഷൻ ഹീറ്റിംഗ് ആൻഡ് ഇൻഡയറക്റ്റ് ഇൻഡക്ഷൻ ഹീറ്റിംഗ്. അങ്ങനെ രണ്ട് രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാം. So in the induction heating there will be heat generated
due to the eddy currents കാരണം എന്തുണ്ടാവും heating ഉണ്ടാകും and that can be of two types indirect and direct induction heating okay so ഇതിനകത്ത് ഒരു കണ്ടക്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടായിരിക്കും so induction എന്ന് പറയുമ്പോൾ there will be electromagnetic induction effect അതുപോലെ തന്നെ due to the eddy currents ആണ് അത് heat produce ചെയ്യുന്നത് okay so in this direct method direct induction heating എന്താണ് സംഭവിക്കുന്നത് the current is directly induced in the charge due to the changing current nearby അവിടെ nearby ആയിട്ടുള്ള changing current ഉണ്ടെങ്കിൽ due to that changing current by electromagnetic induction there will be current induced in the charge ഇനി ആ ചാർജിന്റെ ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് അനുസരിച്ച് there will be losses or heat energy generated due to the eddy currents. Due to this eddy currents, there will be heat generated in the substance അല്ലെങ്കിൽ charge. അതാണ് direct എന്ന് പറയുന്നത്. In the case of indirect, there will be some heating elements and the heating elements will be heated up by mutual induction. There will be a source coil. ഒരു സോഴ്സ് കോയിൽ ഉണ്ടായിരിക്കും ആ സോഴ്സ് കോയിലിൽ നിന്ന് കറണ്ട് വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ടു ദ ഈ ഒരു ഹീറ്റിംഗ് എലമെന്റ്സ് ദെൻ ദ ഹീറ്റിംഗ് എലമെന്റ്സ് ഡ്യൂ ടു ദിസ് എഡി കറണ്ട് ദാറ്റ് വിൽ ബി ഹീറ്റഡ് അപ്പ് ബൈ യൂസിങ് ദാറ്റ് ഹീറ്റ് എലമെന്റ്സ് ഹീറ്റ് ദ സബ്ജക്റ്റ് ഓർ ദ ചാർജ് ഈസ് ഹീറ്റഡ് ഓക്കെ മനസ്സിലായി എന്ന് കരുതുന്നു അടുത്തതിലേക്ക് പോകാം ഇനി ഓക്കെ സോ ദ നെക്സ്റ്റ് ഈസ് ഡയലക്ട്രിക് ഹീറ്റിംഗ് അപ്പോൾ എന്താണ് ഡയലക്ട്രിക് ഹീറ്റിംഗ് നമുക്ക് നോക്കാം So, നമുക്കറിയാം if a dielectric material is placed in between two electrodes that will behave as a capacitor. രണ്ട് ഇലക്ട്രോഡ്സിൻ്റെ ഇടയ്ക്ക് ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ വെച്ചാൽ that will behave as a capacitor and high frequency current can pass through the capacitor. High frequency current can pass through the capacitor and this high frequency current through the capacitor causes uniform heating. ഈ ഒരു ഇലക്ട്രിക് അല്ലെങ്കിൽ ഡയലക്ട്രിക് ഹീറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി ദാറ്റ് വിൽ ബി ഇൻ ദ റേഞ്ച് ഓഫ് 10 to 50 kilohertz ആൻഡ് ദ എഫിഷ്യൻസി ഓഫ് ദ സിസ്റ്റം ഈസ് അബൌട്ട് എത്രയാണ് 50%. എഫിഷ്യൻസി ഈസ് അബൌട്ട് 50%. അതാണ് ഡയലക്ട്രിക് ഹീറ്റിങ്ങിൽ വരുന്നത്. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് ഈസ് ഇൻഫ്രാറെഡ് ഹീറ്റിംഗ്. ഈ ഇൻഫ്രാറെഡ് ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഇലക്ട്രിക് ഹീറ്റിംഗ് മെത്തേഡിൽ തന്നെ ഏറ്റവും ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഹീറ്റിംഗ് ആണ്. ദ മോസ്റ്റ് ഇൻഎഫിഷ്യൻറ്റ് മെത്തേഡ് ഓഫ് ഇലക്ട്രിക് ഹീറ്റിംഗ് ചോദിച്ചാൽ ഇൻഫ്രാറെഡ് ഹീറ്റിംഗ് എന്ന് എഴുതുക. സോ ഇൻഫ്രാറെഡ് റേസ് ഉപയോഗിച്ചിട്ടാണ് അതിനുള്ള ലാമ്പുണ്ട് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫ്രാറെഡ് ഹീറ്റിംഗ് നടത്തുന്നത്. സോ ഏതൊരു സർഫസ് ആണോ ഹീറ്റ് ചെയ്യപ്പെടേണ്ടത് അതിലേക്ക് നമ്മൾ ആ ഒരു ലൈറ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മോസ്റ്റ്ലി എന്തെങ്കിലും വെറ്റ് പെയിൻറ്റഡ് സർഫസ് അതൊക്കെ നമുക്ക് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇലക്ട്രിക് ഹീറ്റിങ്ങിനകത്ത് എന്തൊക്കെയാണ് പഠിച്ചത് ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഓടിച്ചു നോക്കാം. സോ ദർ ഈസ് ഇലക്ട്രിക് ഹീറ്റിംഗ്, industrial and domestic. Then why electric heating? What are the uses when we are going for electric heating in particular? അടുത്ത വേറെ ഹീറ്റിംഗ് ടൈപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഹീറ്റിങ്ങിൻ്റെ യൂസ് എന്താണ്? ബൈ അപ്ലൈയിങ് ഇലക്ട്രിക് എനർജി അതാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്തത് അതിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ പവർ ഫ്രീക്വൻസി ഹീറ്റിങ്ങും അതുപോലെ ഹൈ ഫ്രീക്വൻസി ഹീറ്റിങ്ങും. പവർ ഫ്രീക്വൻസി ഹീറ്റിങ്ങും ഹൈ ഫ്രീക്വൻസി ഹീറ്റിങ്ങും. ഇനി ഈ പവർ ഫ്രീക്വൻസി ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പവർ വിൽ ബി ഡയറക്ട്ലി യൂസ്ഡ്. റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് തന്നെ ഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ്, ഇൻഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ്. ആർക്ക് ഹീറ്റിംഗ് ദെൻ വെരി ഹൈ ടെമ്പറേച്ചർ ആണ്. ഇൻഡയറക്റ്റ് ആർക്ക് ഹീറ്റിംഗ്, ഡയറക്റ്റ് ആർക്ക് ഹീറ്റിംഗ്. ദെൻ ദ ഹൈ ഫ്രീക്വൻസി ഹീറ്റിംഗ് ആൻഡ് ദാറ്റ് ഈസ് മെയിൻലി ബൈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് എഡി കറൻസ്. ഓക്കെ ആൻഡ് ദീസ് ആർ ദ ടൈപ്സ്. ആക്ച്വലി 3 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇൻഡക്ഷൻ ഹീറ്റിംഗ്, ദെൻ ഡയലക്ട്രിക് ഹീറ്റിംഗ്, ഇൻഫ്രാറെഡ് ഹീറ്റിംഗ്. ഇൻഡക്ഷൻ ഹീറ്റിങ്ങിനകത്ത് ഡയറക്റ്റ് ഇൻഡക്ഷനും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. ഡയലക്ട്രിക് ഹീറ്റിംഗ് പറഞ്ഞു, കപ്പാസിറ്ററിൽ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്നു. ആൻഡ് ദെൻ ഇൻഫ്രാറെഡ് ഹീറ്റിങ്ങും വരുന്നു. അതാണ് ഏറ്റവും ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നിങ്ങൾ സബ് എഞ്ചിനീയറിൻ്റെ കോഴ്സിൽ ചേർന്നിട്ടില്ലെങ്കിൽ ചേരാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പെയ്ഡ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സും ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊന്നും ആ കോഴ്സിൻ്റെ ഭാഗമല്ല. പക്ഷേ ആ കോഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. ആ കോഴ്സിൽ 1 തൊട്ട് ഓരോ ടോപ്പിക് വൈസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യുക. താങ്ക് യു സോ മച്ച്.